ഹലോ, അസ്സാം വലൈക്കും. നൈമോസ് ഡ്രീം വ്ളോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വലിയൊരു സ്റ്റിച്ചിങ്ങോ കട്ടിങ്ങോ അങ്ങനെയൊരു വീഡിയോ ആയിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത്. നമ്മളിതിന് തൊട്ട് മുന്നായിട്ടൊരു ടോപ്പിൽ നിന്നും എങ്ങനെ മെഷർമെൻറ്റ് എടുക്കാമെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ അതിൻ്റെ ഒരു കട്ടിങ് വീഡിയോ ഉടനെ വരുന്നുണ്ട്. എങ്കിലും ഞാൻ ഇന്നലെ എനിക്ക് കിട്ടിയ ഒരു ബ്ലൗസിൻ്റെ ആ ഒരു കട്ടിങ് സമയത്ത് അതിൽ എങ്ങനെ എളുപ്പം ആ ഒരു അങ്ങനെയുള്ളൊരു മെറ്റീരിയൽസിനെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം എന്നുള്ള ആ ഒരു കാര്യം നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് വിശേഷിച്ചും എൻ്റെ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഇപ്പോൾ ഒരു തുടക്ക സമയമായിരിക്കും. അപ്പോൾ പല മെറ്റീരിയൽസ് കാണുമ്പോഴും അവർക്കിതിനെ എങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അത് ഭയങ്കര പാടാണെന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്കും കൂടി ഇതൊരു പ്രയോജനമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് ഞാൻ ഇന്നിങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മെറ്റീരിയൽസിനെ കട്ട് ചെയ്യുന്നതിന് വേണ്ട ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ നമുക്കിതുപോലെ ഭയങ്കര ടഫായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യുക. ഇങ്ങനൊരു മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ബാക്ക് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടി, അപ്പോൾ ഇതുപോലെ ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് അങ്ങോട്ട് ഏറിയും കുറഞ്ഞുമൊക്കെ ബാക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ നമ്മളുടെ ഈ രണ്ട് ഭാഗത്തെയും സ്റ്റോണിൻ്റെ ലെവൽ മനസ്സിലാക്കിയിട്ട് ഇതേപോലെ സേഫ്റ്റി പിന്നോ മുട്ടുസൂചിയോ എന്തെങ്കിലും വെച്ച് ഇതിനെ ഒന്ന് ഫിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ഭാഗങ്ങളും നമ്മൾ ഇവിടെ മാത്രം ചെയ്തിട്ട് കാര്യമില്ല, അതേപോലെ ഓരോ ഭാഗങ്ങളിലും നിങ്ങൾ ഇതേപോലെ കറക്റ്റ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് കുത്തി വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ കറക്റ്റ് രണ്ട് എൻഡുകളെയും കൂടെ ചേർത്ത് പിടിച്ച് നിങ്ങളൊരു സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക. ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് ഒതുക്കി നിർത്തിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ വരുന്ന ഒരു ബ്ലൗസ് പീസ് നിങ്ങൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തിൻ്റെ ലെവൽ മാറും. ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗം രണ്ട് സൈഡിലും ഒന്ന് താഴെയും ഒന്ന് മുകളിലുമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പം നോർമലി സ്റ്റിച്ചിങ് പഠിച്ചിട്ട് ബ്ലൗസോ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഏത് തരം മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലേക്ക് വരാം. അപ്പം നമുക്ക് ഏറ്റവും എളുപ്പമുള്ളതിനെ മാത്രം ചൂസ് ചെയ്യാനും കുറച്ച് ടഫുള്ളതിനൊക്കെ തള്ളിക്കളയാനും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സുകൾ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സൗകര്യമായിരിക്കും ഇത് കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ ആദ്യം നിങ്ങൾ ലൈനിങ് പീസിൽ കട്ട് ചെയ്യുക. ശേഷം ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടതിന് ശേഷം ഫ്രണ്ട് പീസിലേക്ക് വെച്ച് കട്ട് ചെയ്ത ലൈനിങ് പീസിനെ ഫ്രണ്ട് പീസിലേക്ക് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ലൈനിങ്ങിനെയും മെയിൻ പീസിനെയും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ലൈനിങ്ങും മെയിൻ പീസുമായിട്ട് ഫുള്ള് എല്ലാ ഭാഗത്തും ഒന്ന് തയ്ച്ചത് ഈ മെയിൻ പീസിനെയും ലൈനിങ്ങിനെയും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്യുക. അപ്പം മെയിൻ പീസിൻ്റെ അകവശത്തായിട്ടായിരിക്കണം ലൈനിങ്ങിനെ നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഓരോ ഭാഗങ്ങളും അതിൻ്റെ ഫ്രണ്ട് പീസ്, സ്ലീവ് ഇതെല്ലാം അതേപോലെ തന്നെ വളരെ പെർഫെക്റ്റായിട്ട് നമ്മൾ ആദ്യം ലൈനിങ്ങിൽ കട്ട് ചെയ്യുക. അതിനുശേഷം മെയിൻ പീസിനെ എത്രത്തോളം ഷേപ്പ്ലെസ് ആകാത്ത രീതിയിൽ നമുക്ക് പിൻ ചെയ്ത് ശരിയാക്കിയിട്ട് വെക്കാമോ അങ്ങനെ വെച്ചതിന് ശേഷം ഇതേ ലൈനിങ്ങിനെ വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തിട്ട് അതിനെ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏത് തരം തുണിയെയും വളരെ പെർഫെക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ബൈ ബൈ.